ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഓരോ നിമിഷവും ഇങ്ങനെ തോന്നും ഒരു ആകാംക്ഷ. അത് സംഭവിക്കുമോ എന്നുള്ളത്. എന്തായാലും എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കഥാനായകനായിട്ടുള്ള മൈക്കിള് കാണുന്ന ഒരു സ്വപ്നം. എന്താണ് ആ സ്വപ്നം? നമ്മുടെ കഥാനായകന് ശരിക്കും വട്ടാണോ, അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും നടക്കാനിരിക്കുന്നതിന്റെ ഒരു സൂചനയാണോ? എന്തായാലും കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നേരെ ഈ കഥയിലേക്ക് തന്നെ പോകാം. കഥയിലൂടെ തന്നെ കഥ മനസ്സിലാക്കാം. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2011 പുറത്തിറങ്ങിയ ടേക്ക് ഷെൽട്ടർ എന്ന മൂവിയുടെ കഥയാണ്. കഥയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള മൈക്കിളിനെ കാണിക്കുകയാണ്. മൈക്കിളിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ട് നേരെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അതിശക്തമായിട്ടുള്ള ഇരുണ്ടു മൂടി കിടക്കുന്ന കാർമേഘങ്ങളാണ്. ആകാശത്തിലേക്ക് ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് മൈക്കിള് അതിനെ നോക്കി നിൽക്കുകയാണ്. എന്തോ വലിയൊരു ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ അങ്ങനെ എന്തോ വരാൻ പോകുന്നത് പോലെ അവന്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് വരികയാണ്. മാത്രമല്ല അപ്പൊ തന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അവന്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ അത് വെള്ളമായിരുന്നില്ല, വെള്ളത്തിന് പകരം അത് ഓയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അതൊക്കെ അവന്റെ ഒരു തോന്നലായിരുന്നു. എല്ലാം പഴയതുപോലെ ആവുകയാണ്. ഇതൊക്കെ വെറൊരു സ്വപ്നം പോലെയായിരുന്നു, എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു തോന്നിട്ട് ഇപ്പൊ മൈക്കിള് വേഗം തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ തന്നെ അവന്റെ മകളായിട്ടുള്ള ഹന്നയുണ്ട്, പിന്നെ ഭാര്യയായിട്ടുള്ള സമാന്തയുണ്ട്. നല്ല ഹാപ്പി ഫാമിലിയാണ്. എന്നാൽ ഇവരുടെ ഫാമിലിയിലെ ഏക വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹന്നയുണ്ടല്ലോ, ചെറിയ പെൺകുട്ടി, അവൾക്ക് സംസാരിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ ചെവിയും കേൾക്കില്ല. എന്തായാലും രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് മൈക്കിള് ജോലിക്ക് പോവാണ്. ഏതൊരു ഓയിൽ കമ്പനിയിൽ അവിടെ ബന്ധപ്പെട്ട എന്തൊക്കെയോ ചില ജോലികളാണ്. മാത്രമല്ല നമ്മുടെ സമാന്തയാണെങ്കിലും വീട്ടിലിരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ തുണിയും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരാഴ്ച വർക്ക് ചെയ്യും. എന്നിട്ട് വീക്ക്ലി ലാസ്റ്റ് ഡേ ആകുന്ന സമയത്ത് അത് ചന്തയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ഷോപ്പ് പോലെ ഇട്ട് ഇതൊക്കെ വെക്കും. അതായത് ചെറിയ രീതിയിൽ സമാന്തയും ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമാന്ത വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാന്തയുടെ കൂട്ടുകാരിയുടെ കുട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടിയുടെ കൂടെയൊന്നും നമ്മുടെ ഹാന കളിക്കുന്നില്ല. അവള് നേരെ പുറത്തു പോയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമാന്ത എന്തോ ഒരു കാര്യം കണ്ടു അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരു പലകയിൽ ആണി അങ്ങനെ പൊന്തിക്കെടുക്കുകയാണ്. അപ്പൊ മകളോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനത്തെ സാധനത്തിലൊന്നും നമ്മൾ കളിക്കാൻ പാടില്ല, ഭയങ്കര മുറിവ് പറ്റും. പക്ഷെ ചെവി കേൾക്കാൻ കഴിയാത്ത ആ ഒരു കുഞ്ഞിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഇതേ സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മൈക്കിളിനെ കാണിക്കുകയാണ്. കൂടെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള കയ്യിലും ഉണ്ട്. സോ രണ്ടുപേരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വർക്ക് നന്നായിട്ട് മുന്നോട്ടേക്ക് പോയില്ല. സോ പെട്ടെന്ന് തന്നെ ആ ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവർ നേരെ ഒരു ബാറിലേക്ക് പോവാണ്. രണ്ടുപേരും ഒന്ന് ചില്ലാവാൻ വേണ്ടി ഇച്ചിരി ബിയറും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മൈക്കിളിന്റെ വീട്ടിലേക്ക് കാണിക്കുകയാണ്. സമാന്തയുടെ കൂട്ടുകാരിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ സമാന്ത മകളായിട്ടുള്ള ഹന്നയ്ക്ക് വേണ്ടി ഈ സൈൻ ലാംഗ്വേജ് ഇതൊക്കെ പറ്റുന്ന രീതിയിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പുതുതായിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ മൈക്കിൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നത്തെയും കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ മൈക്കിൾ ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമാന്തയും പറയാണ്, അതായത് സമാന്തയുടെ കൂട്ടുകാരി ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മകളുമായിട്ട് നമ്മുടെ ഹന കളിക്കുന്നില്ല. അവൾക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഉണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ അവളെ ട്രെയിൻ ചെയ്യിക്കണം, അവളുടെ അസുഖം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കണമെന്നൊക്കെ മൈക്കിളും സമാന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതായത് മകളുടെ കാര്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ എന്തോ നന്നായിട്ട് വിഷമമുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ മൈക്കിള് ഇന്നലെ മകള് കളിക്കാൻ പോയില്ല, ആ ആണിയുള്ള പലക അങ്ങനെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മൈക്കിള് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് നമ്മുടെ കഥയുടെ ആരംഭത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുന്നത് പോലെ, മേഘെല്ലാം ഇരുണ്ട് മൂടിയതുപോലെ കാണുമ്പോൾ വല്ലാതെ പേടി തോന്നുന്ന ഒരു അന്തരീക്ഷമായിട്ട് മാറുകയാണ്. ഇതിനിടയിൽ പെട്ടെന്ന് ഒരു ഇടിമിന്നലും അതിന്റെ ആ ഒരു വെളിച്ചം, ഇതിന്റെ ആ ഒരു ശബ്ദം, ഇതെല്ലാം കണ്ട സമയത്ത് അവിടെ കൂട്ടിലുണ്ടായിരുന്ന മൈക്കിളിന്റെ നായ വരെ പേടിച്ചു പോവാണ്. ആ ഒരു ഭയത്തിൽ നായ ഓടി വന്നിട്ട് മൈക്കിളിന്റെ കയ്യിൽ കയറി ഒരൊറ്റ കടി അടിക്കുകയാണ്. ആ കടി കെട്ടിയ സമയത്ത് മൈക്കിളി ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അതും അവന്റെ ഒരു സ്വപ്നമായിരുന്നു. ഇതെന്താ ഇങ്ങനെ എല്ലാം ഭയങ്കര റിയാലിറ്റി ആയിട്ട് റിയൽ ആയിട്ട് നടക്കുന്നത് പോലെ തന്നെ മൈക്കിളിന് ഫീൽ ആവുകയാണ്. ഇപ്പൊ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുന്നുണ്ട്. നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. മൈക്കിളിന്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത തന്നെ, ഇതെന്താണ് ഇത്ര റിയാലിറ്റി ഈ ഒരു സ്വപ്നത്തിനൊക്കെ? ഇതേ സമയത്ത് തന്നെ മൈക്കിളുടെ മകളുണ്ടല്ലോ ഹന്ന, ആ ഒരു നായമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ ഹന്ന എടുത്തിട്ട് മൈക്കിള് ടേബിളിൽ കൊണ്ട് ഇരുത്തുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സമാധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറ്റിയ? എന്താ ഒരു വല്ലാത്ത പോലെ ഇപ്പൊ മൈക്കിള് പറയണേ, ഒന്നുമില്ല. അതുപോലെ തന്നെ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട കേട്ടോ, ഒരു കാര്യം ചെയ്തേക്ക്, ഞാൻ വേഗം പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൈക്കിള് വേഗം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിലോ മാനേജർ ഇന്നെന്തോ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മൈക്കിളിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് രാവിലെ കണ്ട ആ ഒരു സ്വപ്നം, ആ ഒരു പട്ടി കടിച്ചതായിട്ട് കണ്ടില്ലേ, ഇതൊക്കെ ഭയങ്കര റിയാലിറ്റി ആയിട്ട് മൈക്കിളിന് തോന്നുകയാണ്. കയ്യിലൊക്കെ ഇങ്ങനെ തടവി നോക്കുന്നുണ്ട്. ഇനി അത് റിയാലിറ്റി ആയിരിക്കോ നടന്നോ എന്നുള്ള രീതിയിലൊക്കെ. ഇതേ സമയത്ത് തന്നെ മാനേജർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയല്ലോ. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ മഴ പെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും നേരത്തെ പോയി, വർക്ക്
പെൻഡിങ് ആണ്. സോ ഇന്നത്തെ ഡ്യൂട്ടിയും ഇന്നലത്തെ ഡ്യൂട്ടിയും ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയാൽ മതി എന്ന് പറയുന്നത്. സോ മൈക്കിളും അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഈ കയ്യില് അതുപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ട് നല്ല ഹാർഡ് വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും നമ്മുടെ മൈക്കിള് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആകാശത്ത് കാണാണ്. ഒരുപാട് 10,000-കണക്കിന് പക്ഷികൾ ആകാശത്ത് വന്നു നിന്ന് ഒരു പ്രത്യേക ആംഗിളിൽ അല്ലെങ്കിൽ പ്രത്യേക ഷേപ്പിലായിട്ട് ഇത് ആകാശത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതത്തില് മൈക്കിള് ആ ഒരു പറവകളെ അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവറ്റകളൊന്നും കാണാനില്ല, എങ്ങോട്ടോ പോയതുപോലെ. പെട്ടെന്ന് തന്നെ മൈക്കിള് പോയിട്ട് കയ്യിലിനോട് ചോദിക്കുകയാണ്, കയ്യില് ഇതുപോലെ ആകാശത്ത് പക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു, നീ അത് കണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പൊ കയ്യില് പറയണം, ഒന്ന് പോടാ അവിടെ നിന്ന്, വന്ന് പണിയെടുക്ക്, ഞാനൊരു തേങ്ങയും കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ മൈക്കിളിന് മനസ്സിലായി അതും അവന്റെ ഒരു തോന്നലായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇത്ര റിയാലിറ്റി ആയിട്ട് കൺമുന്നിൽ നമ്മളൊരു സാധനം എങ്ങനെയാ കാണുക, അതുപോലെ തന്നെ അവൻ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബട്ട് ബാക്കി ആരും ഇത് കാണുന്നുമില്ല. എന്തായാലും കുറച്ചു നേരം സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് അന്നത്തെ ആ ഒരു പണി മുഴുവൻ രണ്ടുപേരും തീർക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മൈക്കിൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ സമാന്ത വിളിച്ചൊരു കാര്യം പറയുന്നുണ്ട്, മകളുടെ സ്കൂളിൽ ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ആണെന്ന്. സോ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരുത്തൊന്നും നടക്കുന്ന കാര്യമല്ല, കാരണം ഒരുപാട് ഡിലേ ആവും, മീറ്റിംഗും കഴിയും. അതുകൊണ്ട് മൈക്കിൾ അതേ കോലത്തിൽ തന്നെ സ്കൂളിലേക്ക് പോവാണ്. ഡ്രസ്സിലൊക്കെ ആകെ ചളിയും അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പിന്നീട് പാരന്റ്സ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇന്ന് വന്ന ടീച്ചറാണെങ്കിൽ ഈ സംസാരിക്കാനും അതുപോലെ തന്നെ ചെവി കേൾക്കാനും കഴിയാത്ത കുട്ടികൾക്ക് സൈൻ ലാംഗ്വേജിലൂടെ എങ്ങനെ സംസാരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ മൈക്കിള് ഹാനിയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ പോകെ ഈ മഴയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ വൈപ്പർ ഇട്ട് അവൻ ആ ഒരു ചില്ല് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ ചില്ല് ക്ലീൻ ആവുന്നില്ല. അധികം വൈകാതെ മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായി, ഈ പെയ്യുന്നത് വെള്ളത്തിന്റെ മഴയല്ല, അത് ഓയിലാണ്. അതുകൊണ്ടാണ് എത്ര ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടും ചില്ല് അത് ക്ലീൻ ആവുന്നില്ല, മാത്രമല്ല കൂടുതൽ ബ്ലറായി വരികയാണ്. സോ മൈക്കിളിന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അവന്റെ തലയാണെങ്കിൽ സ്റ്റെയറിംഗിൽ കൊണ്ട് ഇടിച്ചു. പക്ഷെ മകള് ഹന്നയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. സമാധാനായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ബേക്കിൽ നിന്നും ഒരാൾ വന്നിട്ട് മൈക്കിളിന്റെ കഴുത്തിന് കയറി പിടിക്കണം. മാത്രമല്ല സൈഡിലെ ആ ഒരു ചില്ല് തകർത്തുകൊണ്ട് ഒരാൾ വന്നിട്ട് അവിടെ ഹന്നയും പുറത്തേക്ക് വലിച്ചെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട മൈക്കിള് അലറി കരയാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ വീണ്ടും സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവൻ അലറി കരയാൻ നോക്കുന്നുണ്ട്, എന്ന വായ തുറന്ന് അണ്ണാക്കം പിടിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിലും ഒരു തരി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്തൊക്കെയോ മുരളുന്നതായിട്ടുള്ള ശബ്ദം. അങ്ങനെയാണല്ലോ സ്വപ്നം കണ്ട് പേടിച്ച് ചില ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വെക്കുമ്പോൾ അവരിങ്ങനെ അലറുന്നുണ്ടാവും, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. എന്തായാലും ഇത് കണ്ട് ഒച്ചയും ബഹളൊക്കെ കേട്ട് സമാന്ത ഓടി വരുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ മൈക്കിളിനോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ സമാന്തിയെ തൽക്കാലം മൈക്കിൾ അടുക്കളയിലേക്ക് പറഞ്ഞേക്കാണ്. പിന്നെ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് സമാന്തിയോട് പറയണത്, അല്ല ഇന്ന് ശനിയാഴ്ചയല്ലേ, നീ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ ഇന്ന് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കേണ്ട ദിവസമല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നീ വേഗം പൊയ്ക്കോന്ന് പറയണം. അതായത് പെട്ടെന്ന് തന്നെ സമാന്തിയെ മൈക്കിൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞപ്പോൾ മൈക്കിള് ഒരു ഇച്ചിരി കമ്പിവേലിയിൽ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല അവന്റെ നായ ഉണ്ടല്ലോ, ആ നായയുടെ കൂടിന് ചുറ്റും ഒരു ചെറിയ വേലി പോലെ ആ ഒരു കമ്പി വെച്ചുണ്ടാക്കുകയാണ്. ഇതിനുശേഷം മകള് കളിക്കാൻ വേണ്ടി പോയി ആ ഒരു പഴയ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ ഓരോന്നാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാര്യം മൈക്കിൾ ശ്രദ്ധിക്കുകയാണ്. അതായത് അമേരിക്കയിൽ ഒരു പ്രത്യേക റീജിയനിലുള്ള ആൾക്കാർ മിക്കവരുടെ വീട്ടിലും ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതായത് ഒരു ബങ്കർ, ഭൂമിയുടെ അടിയിലേക്ക് ഒരു തുരങ്കം പോലെ. എന്നാൽ മൈക്കിളും അവന്റെ ഫാമിലി അതെപ്പോഴും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ കുറെ കാലമായിട്ട് നോക്കലൊന്നുമില്ല. അപ്പൊ അത് പൂട്ടിക്കെടുക്കുകയാണ്. അപ്പൊ അതിന്റെ ചാവി എങ്ങനെയൊക്കെയോ തേടി പിടിച്ച് അതൊന്ന് വൃത്തിയാക്കാന്ന് മൈക്കിളിന് ഒരു തോന്നല് വരികയാണ്. എന്തിനാണെന്ന് അറിയില്ല, അവനിങ്ങനെ അത് വൃത്തിയാക്കിയേക്കാം എന്നുള്ളൊരു തോന്നല്. എന്തായാലും ചാവി കണ്ടുപിടിച്ചു, അത് തുറന്ന് ഉള്ളിലേക്ക് പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സമാധിയെ നോക്കുകയാണെങ്കിൽ അവൾ ഇന്ന് കൊണ്ടുപോയ തുണിയും കാര്യങ്ങളൊക്കെ ഏകദേശം വിറ്റുപോയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാശും കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം വന്നിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്തി ഒരു പെട്ടിയിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല മൈക്കിളിന്റെ അടുത്തേക്ക് വന്നിട്ട് സമാന്ത പറയാണ്, ഇപ്രാവശ്യം നമുക്ക് ട്രിപ്പ് പോകാനുള്ള കാശും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ വെക്കേഷൻ അടിച്ചു പൊളിക്കണം. ഇതെല്ലാം പറയുമ്പോഴും മൈക്കിൾ എന്തോ ഒരു ചിന്തയിലാണ്. അതുപോലെ തന്നെ സമാന്ത ചോദിക്കണം, അല്ല നിങ്ങൾ എന്തിനാണ് നായെ പുറത്തു കൊണ്ടേ നിർത്തിയത്, അതിന്റെ ചുറ്റൊരു വേലിയും കിട്ടിയിട്ടുണ്ടല്ലോ, ഇതെന്താ ചോദിക്കുമ്പോൾ മൈക്കിൾ പറയണത്, അത് പിന്നെ ഒന്നുമില്ല, അവറ്റകൾക്കൊക്കെ ഇഷ്ടം പുറത്തങ്ങനെ നിൽക്കുന്നതായിരിക്കും. ഇതേ സമയത്തിന്റെ ടിവിയിൽ മൈക്കിൾ ഒരു വാർത്ത കാണുന്നുണ്ട്. ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഒരു വാർത്ത കേൾക്കുകയാണ്. ഏതോ ഒരു വീട്ടില് ഗ്യാസോ മറ്റോ പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു ഫാമിലി മുഴുവൻ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള കാര്യം. അതായത് മൈക്കിളിന് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പേടി വരികയാണ്. അവന്റെ ഫാമിലിക്ക് എന്തെങ്കിലും ആയി പോവെന്നുള്ളൊരു ഉൾഭയം അത് അവൻ എന്തായാലും നന്നായിട്ട് വേട്ടയാടുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെയായി. മൈക്കിൾ എഴുന്നേറ്റ് മകളുടെ അടുത്തേക്ക് വരുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ ജനലിന്റെ അരികിലാണ്. അവളിങ്ങനെ ജനലിന്റെ പുറത്തേക്ക് ആരെയും ഒരാൾ നോക്കി നിൽക്കുകയാണ്. ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല, കാരണം മഴ പെയ്ത് ചില്ലൊക്കെ ഈ മഞ്ഞെല്ലാം തട്ടിയിട്ട് ബ്ലർ ആയിട്ടുണ്ട്. എന്തോ ഒരു പന്തികേട് തോന്നി നമ്മുടെ മൈക്കിൾ പെട്ടെന്ന് തന്നെ ഹാനിയെ വിളിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ആ പുറത്തുണ്ടായിരുന്ന ആള് അതിവേഗത്തിൽ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്ന് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഈ മൈക്കിളിന് മനസ്സിലായി. മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ആ ഒരു മുറിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വീടും സ്ഥലമൊക്കെ കിടന്ന് ഇളകുന്നത് പോലെ അവന് ഫീൽ ആവുകയാണ്. ആകെ പേടിച്ച് വിറച്ചു പോയ മൈക്കിള് മകളെ ഇറക്കി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ഇപ്പം നോക്കുമ്പോൾ അവന്റെ വീട്ടിലെ ടേബിള്, സോഫ, കസേര ഇതെല്ലാം മുകളിലേക്ക് അങ്ങനെ പൊന്തി നിന്ന് പിന്നെ അങ്ങ് വീഴുകയാണ്. വിറച്ചു പോയ മൈക്കിള് അലറി വിളിക്കാൻ തുടങ്ങുകയാണ്,
ഉറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു സ്വപ്നം കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് പോയതുകൊണ്ട് തന്നെ ആള് ചെറുതായിട്ട് കട്ടിലൊന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇവന്റെ ഈ ഒരു നിലവിളി ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് സമാന്ത ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ മൈക്കിൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹാർഡായിട്ട് പറയണം. കാരണം ഭാര്യങ്ങാനും അടുത്തേക്ക് വന്നാൽ ഇങ്ങനെ കിടക്കയിൽ മുള്ളിയത് അവള് കാണും, ഇച്ചിരി ഷെയിമുകേടാവും. അതുകൊണ്ട് തന്നെ അവളെ പതിയെ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഒഴിവാക്കുകയാണ്. പിന്നെ ആ ഒരു മുറിയെല്ലാം ലോക്ക് ചെയ്ത് പതിയെ പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ സമാന്തയോട് പറയണം, അല്ല നീയല്ലേ ഇന്ന് ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേഗം പോയിക്കോ, മകളെ കൊണ്ട് ഞാൻ ലൈബ്രറിയിലേക്ക് പോയിക്കോളാന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് സമാന്ത വേഗം പണിയെല്ലാം തീർത്ത് നേരെ ചർച്ചിലേക്ക് പോവാണ്. അവള് പോയി കഴിഞ്ഞ ഉടനെ തന്നെ മൈക്കിള് ആ ഒരു ബെഡും അതിൽ ആ ഒരു ബെഡ്ഷീറ്റും എല്ലാം വേഗം ക്ലീൻ ചെയ്യാണ്. കാരണം ഇതൊക്കെ ഭാര്യ പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ. എന്തായാലും ഇതിനുശേഷം നേരെ മകളെയും കൂട്ടി ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. അവൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ മൈക്കിൾ നേരെ പോയത് ഈ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്കുകൾ മേടിക്കാനാണ്. എന്തായാലും ഇതിനുശേഷം മൈക്കിൾ കുട്ടിയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് എന്തിനാണെന്ന് അറിയില്ല, എന്താ പറയാ, പാക്കഡ് ഫുഡ് ഉണ്ടല്ലോ, ഈ ചെറിയ ചെറിയ ടിന്നിലായിട്ടുള്ള ഒരുപാട് ദിവസം എടുത്തു വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഫുഡുകൾ ഒരു ആവശ്യമില്ലാതെ മൈക്കിള് വെറുതെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എന്തിനാണ് അവൻ ചെയ്യുന്നതെന്ന് അവനോട് ചോദിച്ചാൽ അവന് പോലും അറിയില്ല. എന്തായാലും ഇതെല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സമാന്തിയുണ്ട്, അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കാരണം അവളിന്ന് ചർച്ചിലേക്ക് പോയപ്പോൾ നമ്മുടെ മൈക്കിൾ പോയില്ലല്ലോ, സോ അവനെയും മകളേക്ക് ഒന്ന് കാണാൻ വേണ്ടിയാ വന്നത്. എന്തായാലും അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഈ മൈക്കിൾ കൊണ്ടുവന്ന ആ ഒരു പാക്കഡ് ഫുഡ് ഉണ്ടല്ലോ, അതായത് ടിന്നിലായിട്ടുള്ള ഒരു ഫുഡ്, ഇതെല്ലാം ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തായിട്ട് അടുക്കി വെക്കുകയാണ്. മാത്രമല്ല ഈ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലൈബ്രറിയിൽ നിന്ന്. ഇതിൽ നോക്കി അവൻ കുറെ കാര്യങ്ങൾ വായിക്കുകയാണ്. കുറെ നേരം വായിക്കുമ്പോൾ ഇവനൊരു എന്താ പറയാ എത്തും പിടികിട്ടുന്നില്ല. ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു സാധാരണക്കാരനായിട്ടുള്ള ആള് മൈക്കിൾ വായിച്ചാൽ അവന് തിരിയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഭാര്യ കൊടുത്തൊരു നമ്പർ ഉണ്ട്, ഏതൊരു ഡോക്ടറുടെ നമ്പർ. അപ്പൊ ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവൻ നേരെ ചെല്ലാണ്. ഡോക്ടറോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ഭയങ്കര റിയൽ ആയിട്ട് തോന്നുകയാണ്. ഇപ്പൊ ഡോക്ടർ പറയണേ അതൊന്നും വിഷയമില്ലാന്ന്, ചെറിയ കേസാണ് അതൊക്കെ നമ്മുടെ മൈൻഡ് നോക്കിയാക്കിയാൽ മതി. ഇപ്പൊ മൈക്കിൾ പറയണ ഡോക്ടറെ ആ രീതിയിലല്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഭയങ്കര മോശമാണ് ഡോക്ടറെ. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ പറയണ, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഒരിച്ചിരി മരുന്നും കഴിയും എഴുതി തരാം, അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടുകയാണെങ്കിൽ പിന്നെ എന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല, സിറ്റിയിലുള്ള സൈക്കാട്രിക് ഡോക്ടറെ പോയി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്താണെങ്കിൽ നമ്മുടെ സമാന്ത ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. എന്തോ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ നല്ലൊരു ഫണ്ട് ഇവർക്ക് ആവശ്യമാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹാനി ഉണ്ടല്ലോ, അവൾക്ക് സംസാരിക്കാനും പറ്റില്ല, ചെവിയും കേൾക്കില്ല. അപ്പൊ ഒരു സർജറി നടത്താൻ പോകുന്നുണ്ട്. ആ സർജറിക്ക് അത്യാവശ്യം ഫണ്ട് ആവശ്യമാണ്. സോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് സമാന്ത ചെന്നത്. അപ്പൊ നമ്മുടെ മൈക്കിൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ, അതുവഴി ഇൻഷുറൻസ് കിട്ടുമെന്ന് ഇപ്പോ സമാന്തയോട് ആ ഒരു ഏജൻസിയുടെ ആട് പറയുന്നത്. എന്തായാലും ഇത് കേട്ടപ്പോൾ സമാന്തയ്ക്ക് സന്തോഷമായി. മകളുടെ ഓപ്പറേഷൻ ചെയ്യാലോ, പൈസ അത്രങ്ങാനൊന്നുമില്ല ഫാമിലി ഒന്നും അല്ല ഇവര്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിളും അവന് കിട്ടിയ ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്ന സമയത്ത് കാശൊന്നും തികയുന്നില്ല, നല്ല വില പിടിപ്പുള്ള മരുന്നായിരുന്നു. പക്ഷേ അവനും കമ്പനിയുടെ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഈ ഒരു മരുന്നെല്ലാം എന്താ പറയാ കവറായി പോവാണ്, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും മൈക്കിളിനൊരു സമാധാനമാവുന്നു, രക്ഷപ്പെട്ടു, ഇത്രയും കാശിനി ഉണ്ടാക്കണ്ടല്ലോ. എന്തായാലും രാത്രി വീട്ടിലെത്തിയപ്പോൾ മൈക്കിളും അതുപോലെ തന്നെ സമാന്തിയും കാശിന്റെ കാര്യത്തിൽ കുറച്ച് ഹാപ്പിയാണ്. കാരണം സമാന്തയ്ക്ക് അറിയാം മകളുടെ ഓപ്പറേഷനുള്ള കാശ് എന്തായാലും ഈ ഇൻഷുറൻസ് കിട്ടുന്നു. അതുപോലെ മൈക്കിളിന്റെ കയ്യിലും കുറച്ച് കാശ് മിച്ചം വന്നിട്ടുണ്ട്. സോ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മൈക്കിള് സമാന്ത കാണാതെ ബാത്റൂമിലേക്ക് ചെന്നിട്ട് ഇന്ന് മേടിച്ച ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമാന്തയാണെങ്കിൽ അവളിങ്ങനെ ആഴ്ചക്കാഴ്ചക്ക് ചന്തയിൽ ചെന്ന് വിൽക്കുന്ന ആ ഒരു തുണിയൊക്കെ ഉണ്ടല്ലോ, അതിന്ന് കിട്ടുന്ന ആ ഒരു കാശ് ചേർത്ത് വെച്ച് അത്യാവശ്യം കാശായിട്ടുണ്ട്. സോ ഈ ഒരു കാശ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കണം നമ്മൾ പറയാണ്. പക്ഷെ എവിടേക്ക് പോകും, അവളിങ്ങനെ ഒരു ബ്രോഷർ എടുത്ത് നമ്മുടെ ഈ മൈക്കിളിനെ അതെങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ മൈക്കിളാണെങ്കിൽ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുമില്ല. മാത്രമല്ല അവന്റെ ഈ പ്രശ്നങ്ങൾ, അവൻ കഴിക്കുന്ന ആ ഒരു മരുന്ന്, ഡോക്ടറെ കണ്ട കാര്യം, ഇതൊന്നും ഈ സമാന്തയോട് പറയുന്നുമില്ല. എന്തായാലും മരുന്ന് കഴിച്ചതുകൊണ്ട് ഇന്നേ ദിവസം രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞു. രാവിലെ തന്നെ ജോലിക്ക് പോവാണ്. ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കൂട്ടുകാരനായിട്ടുള്ള കൈലിനോട് ചോദിക്കുന്നുണ്ട്, എടാ നമ്മളിങ്ങനെ ഒരുപാട് ദിവസം ബങ്കറിന്റെ അടിയിലേക്ക് പോവാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? കൈലിന് ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയുന്നത് കൊണ്ട് അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം എന്തിനാ നീ ചോദിക്കുന്നത്? ഒന്നുമില്ലടാ, ചുമ്മാ ചോദിച്ചതാ. അതുപോലെ തന്നെ പെട്ടെന്ന് മൈക്കിൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇടി വെട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോയ മൈക്കിള് ഇപ്പൊ കൈലിനോട്, എടാ നീ ആ ഒരു ശബ്ദം കേട്ടോ, ഒരു ഇടി വെട്ടുന്ന ശബ്ദം. ഇപ്പൊ ഈ ഒരു കൈല് പറയണേ, എടാ ആകാശത്തേക്ക് നോക്കിയ എമ്മാതിരി വെയിലാണ്, മേഘം വരെയില്ല, പിന്നെ നീ എങ്ങനെയാണ് ഈ ഇടി വെട്ടുന്ന ശബ്ദം കേൾക്കുന്നത്? ഇപ്പൊ മൈക്കിളിനും എന്തോ പോലെ ആവുകയാണ്. ഇതിങ്ങനെ നിന്നാൽ ശരിയാവില്ല, പിന്നെ ഓക്കാനും വരുന്നത് പോലെ. അവൻ അവിടെ നിന്ന് വേഗം മാറിപ്പോയിട്ട് ഛർദ്ദിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. പിന്നെ തല കറങ്ങുന്നത് പോലെ ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊന്നും നോക്കിയില്ല, ഇനി നേരെ സിറ്റിയിലേക്ക് പോയിട്ട് ആ ഒരു സൈക്കാട്രിക് ഡോക്ടറെ കാണുക തന്നെ. സോ കാർ എടുത്തുകൊണ്ട് അവൻ നേരെ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല, തളരുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെ. സോ അവിടെ തന്നെ കാർ ഇപ്പൊ സൈഡാക്കി തൊട്ട് മുന്നിൽ തന്നെ ഒരു കാര്യം ഇപ്പൊ അവൻ കാണുകയാണ്. അതായത് പഴയ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, സോ അത് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് ഇപ്പോ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ മൈക്കിളിന് ഒരു ഐഡിയ തോന്നുകയാണ്, അതായത് ഈ ഒരു കണ്ടെയ്നേഴ്സ് മേടിച്ചാലോ എന്ന്. കാരണം അവന്റെ വീട്ടിലെ ആ ഒരു ബങ്കർ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ഒരു കണ്ടെയ്നേഴ്സ് നന്നായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് അവനൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം മൈക്കിൾ നേരെ ചെല്ലുന്നത് അവന്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. അമ്മയാണെങ്കിൽ
കുറെ നാളായിട്ട് തനിച്ചാണ് താമസിക്കുന്നത്. ചെറുപ്പം മുതലേ ഈ മൈക്കിളിനെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. എന്തായാലും അമ്മയാണെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസം. അമ്മയ്ക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എന്തോ സ്ക്രിഷോഫീനിയാന്നോ അങ്ങനെ എന്തോ ഒരു സാധനം. അതായത് സ്വപ്നം കാണുന്ന പ്രശ്നം തന്നെ, കാണുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തോന്നും. എന്താണോ നമ്മുടെ മൈക്കിളിന്റെ പ്രശ്നം അതേ പ്രശ്നം തന്നെ. സോ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിനും കാര്യത്തിനായിട്ട് അവന്റെ അമ്മ ചെറുപ്പം മുതലേ മക്കളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഈ രോഗത്തിനെ കുറിച്ചൊക്കെ മൈക്കിൾ ചോദിക്കുന്നുണ്ട്. അമ്മ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ മൈക്കിളിനും ഫീൽ ആവുന്നത്. അതായത് അമ്മയുടെ അതേ അസുഖം തന്നെ തനിക്കും വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മൈക്കിളിന് എന്തോ വല്ലാത്തൊരു ഭയമൊക്കെ അവന്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്ടറെ വിളിക്കണം. ഡോക്ടറെ, എനിക്ക് സിറ്റിയിലേക്കൊന്നും പോകാൻ പറ്റില്ല, ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ഒപ്പിച്ചു എന്ന് പറയണം. ഇപ്പൊ ഒരു ഡോക്ടർ നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അന്നേ ദിവസം രാത്രി മൈക്കിൾ ഇപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ബങ്കർ ഉണ്ടാക്കുന്നതിലേക്ക് അതിലേക്കുള്ള സാധനങ്ങൾ വെക്കുന്നതിലേക്കൊക്കെ മൈക്കിളിന് വല്ലാത്തൊരു ശ്രദ്ധ കൂടിയിരിക്കുകയാണ്. വായ്, എന്തിനായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് തന്നെ അറിയില്ല. സോ വീണ്ടും ആ ഒരു ബങ്കർ നന്നായിട്ട് കെട്ടാനുള്ള ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അവൻ കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു കാശ് വേണം. അപ്പോൾ അവിടെ തന്നെ ഒരു ബാങ്കിൽ ഒരു ഏജന്റുമായിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. ഒരു ലോൺ വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഏജന്റ് പറയുന്നത് ഓൾറെഡി നിന്റെ ഹോമിന്റെ പേരിൽ ഒരു ലോൺ ഉണ്ട്, ഇനിയും ലോൺ എടുക്കുകയാണെങ്കിൽ അത് പണിയാവെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പാസ്സാക്കി കൊണ്ടാന്ന് പറയണം. ഇതിനുശേഷം വീണ്ടും വർക്കിന് പോവാണ്. മാത്രമല്ല അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കയ്യിലുണ്ടല്ലോ, അവനോട് മൈക്കിൾ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഇതുപോലെ വീട്ടിന്റെ പറമ്പിലായിട്ട് ഒരു ചെറിയ ബങ്കർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ കയ്യിൽ പറയാണ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ റൂൾസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നീ പറയുന്നത്. ഇവിടുത്തെ എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പണിയാവോ? എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് നോക്കാന്ന് ഇപ്പൊ കൂട്ടുകാരൻ പറയണം. എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ മൈക്കിൾ നേരെ പോകുന്നത് ആ ഒരു ഡോക്ടർ ഒരു കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കൗൺസിലറെ കാണാനായിട്ടാണ് മൈക്കിൾ ചെല്ലുന്നത്. അതൊരു ലേഡി ആയിരുന്നു. ഇപ്പൊ അവരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ലേഡി ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ മൈക്കിൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് ചെറുപ്പം മുതലേ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ ചെറുപ്പം മുതലേ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. പിന്നീട് ഞങ്ങളെ രണ്ടുപേരെയും അച്ഛനാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിരുന്നത്. അമ്മയെ കുറ്റം പറയാനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല, കാരണം അമ്മയുടെ ആ ഒരു അസുഖം അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഒരു സൈക്കോളജിസ്റ്റും എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ മൈക്കിൾ. ഇപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായി ഇവർ 3 പേരും കൂടെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് നൈറ്റ് തിരിച്ചു വരുന്ന സമയത്ത് മൈക്കിളിന് വീണ്ടും എന്തൊക്കെയോ ഒരു തോന്നല്. അതായത് ചെറുപ്പത്തിൽ ആ ഒരു അസുഖം വന്നപ്പോൾ മൈക്കിളിന്റെ അമ്മ ഇവരെ വിട്ടുപോയല്ലോ, അതുപോലെ എന്റെ കുടുംബത്തെ സമാന്ത അതുപോലെ തന്നെ ഹന്ന ഇവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിച്ചിട്ട് ഈ മൈക്കിളിന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രോൾ കിട്ടുന്നില്ല. വേഗം തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ട് നിൽക്കുകയാണ് അവനിപ്പോ. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസങ്ങളിലാണല്ലോ നമ്മുടെ സമാന്ത അവളുണ്ടാക്കിയ ഡ്രസ്സുമായിട്ട് ചന്തയിലേക്ക് പോവാ. ഇപ്രാവശ്യമാണെങ്കിൽ സമാന്ത മകളായിട്ടുള്ള ഹന്നയും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാന്ത തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ ഈ മൈക്കിളും അവന്റെ കൂട്ടുകാരനും കൂടെ ഇവരുടെ കമ്പനിയിൽ ആ ഒരു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമാന്തയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി വഴക്കുണ്ടാക്കിയിട്ട് അവള് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. രാത്രിയായി. ഇതിനെക്കുറിച്ച് വീണ്ടും സമാന്ത മൈക്കിളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? ഇത്രയൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കാശ് വേണ്ട, ഈ കാശൊക്കെ എവിടുന്നാണ്? ഇപ്പൊ മൈക്കിൾ പറയാണ്, ഞാൻ ലോൺ എടുത്തു. ഇത് കേട്ടപ്പോൾ സമാന്ത ആകെ ഷോക്കായി പോവാണ്. ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, മാസം ഇതിന്റെ പലിശയും അതുപോലെ തന്നെ മുതലായിട്ട് ഒരു തുക അടക്കണ്ടേ? ഇവളാകെ ടെൻഷനാണ്, കരയാണ്. നിങ്ങൾക്ക് എന്താണോ പറ്റിയത്? എത്ര ദിവസമായി നിങ്ങൾ മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട് ചിരിച്ചിട്ട്, നിങ്ങൾ എന്തിനൊരു ആവശ്യമില്ലാതെ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ പറയാണ്, സമാന്ത എനിക്കും അറിയില്ല, പക്ഷെ ഒരു ദിവസം നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവും എന്തിനായിരിക്കും ഞാൻ ഇത് ചെയ്യുന്നതെന്ന്. എന്തിനായിരിക്കും അല്ലേ മൈക്കിൾ ഇങ്ങനെ ചെയ്യുന്നത്? ബാക്കി കഥ കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ മൈക്കിൾ ആണെങ്കിൽ ഉറക്കത്തില് എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. മാത്രല്ല വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ട് സമാന്ത ചാടി എഴുന്നേൽക്കാണ്. അവളാകെ ഭയന്നു പോയി. അവൾക്കറിയില്ലല്ലോ മൈക്കിൾ ഇതുപോലെ സ്വപ്നം കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അവളാകെ പേടിച്ചു പോയിട്ട് ആംബുലൻസിനെ വിളിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മൈക്കിൾ ഓക്കെ ആവുകയാണ്, നോർമൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്ന ഒരു ആംബുലൻസ് ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കാണ്. ഇനി അവളോട് കാര്യങ്ങൾ പറയാതിരുന്നാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന മനസ്സിലായ മൈക്കിൾ ഇപ്പോൾ സമാന്തയോട് കാര്യങ്ങൾ തുറന്നു പറയാണ്. ഇതുപോലെ കുറച്ചധികം ദിവസങ്ങളായിട്ട് എനിക്ക് പലതരം റിയാലിറ്റികൾ സ്വപ്നങ്ങൾ കാണുന്നത് പോലെ തോന്നുകയാണ്. അതെല്ലാം ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുകയാണ്. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്, അതും ഓയിൽ കൂടി കലർന്ന മഴ, പിന്നെ ഇടി മിന്നല്, പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസങ്ങള്, പക്ഷികള്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് പറയാണ്. മാത്രമല്ല എന്റെ അമ്മയ്ക്കും ചെറുപ്പത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ അമ്മ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചെറുപ്പത്തിലേ പോയി. അതുപോലെ നിങ്ങളെ വിട്ട് ഞാനും പോവോ എന്നുള്ളൊരു പേടി എന്റെ ഉള്ളിൽ വല്ലാതെ ഉണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും മൈക്കിൾ ഇപ്പോൾ ഭാര്യയോട് തുറന്നു പറയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിന് ഒരു ഇച്ചിരി ആശ്വാസമുണ്ട്. ഭാര്യയും അവനെ സമാധാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ മൈക്കിളും സമാന്തയും കൂടെ ഇവരുടെ മകളുണ്ടല്ലോ ഹനയും കൂട്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാണ്. സ്കാനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു സർജറി അത് ഇവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മൈക്കിൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഷോപ്പിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ഈ ബങ്കറിന്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ഒരു ഓക്സിജൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള സിലിണ്ടർ, മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പക്ഷെ നല്ല വിലയായിരുന്നു കേട്ടോ. ഒന്നും നോക്കിയില്ല, കുറച്ച് ദേഷ്യമൊക്കെ വന്നെങ്കിലും അവന് ആ ഒരു സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. ഒരു ദിവസം ഇപ്പൊ ഈ സമാന്തയുടെ കൂട്ടുകാരി അവളുടെ വീട്ടിലേക്ക് വന്നു. ഇപ്പൊ മൈക്കിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ ചോദിക്കാൻ
ചോദിക്കുകയാണ്, അല്ല നിന്റെ കെട്ടിയ എന്താ വട്ടായോ, ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമാന്ത ഹസ്ബൻഡിനെ കുറ്റം പറയുക അല്ലെങ്കിൽ തള്ളിപ്പറയൊന്നും ചെയ്യുന്നില്ല. അതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മൈക്കിളാണെങ്കിൽ ഇതിന്റെ ആ ഒരു ബങ്കറിന്റെ വർക്കിൽ കാര്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഈ സമാന്ത ഈ മൈക്കിളിന്റെ അനിയനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മൈക്കിളിന്റെ അനിയൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് മൈക്കിൾ പറയുന്നത്, നീ ആദ്യം പോയിട്ട് അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഒന്നിരിക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അതായത് ഇവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഇടപഴകൽ കാണുമ്പോൾ മനസ്സിലാവും രണ്ടുപേരുടെ ഇടയിൽ അത്ര നല്ല ബോണ്ടല്ല ഉള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവന്റെ അനിയൻ പോകുന്ന സമയത്തുണ്ടല്ലോ ഇപ്പൊ മൈക്കിൾ പറയണത്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ നായ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ മൈക്കിളിന്റെ ബ്രദർ ആ ഒരു നായ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. വേഗം തന്നെ മൈക്കിൾ വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറാണ്. ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ അവന്റെ ഭാര്യ നനഞ്ഞ് ആകെ വെള്ളത്തിൽ കുളിച്ച് കിടക്കണം. മാത്രമല്ല അവളുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. മൈക്കിൾ ആകെ ഭയന്നുപോയി. അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു ചെയറിൽ പോയിരിക്കുകയാണ്. അതും അവന്റെ ആ ഒരു തോന്നലായിരുന്നു. പക്ഷേ ഇതുകൂടി ആയപ്പോ എന്താ പറയാ, ഭാര്യക്കും മകൾക്കും കൂടെ എന്തോ വരാനിരിക്കുന്നത് പോലെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവൻ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ മൈക്കിളിന്റെ കയ്യിൽ വന്നിട്ട് സമാന്ത തൊടുമ്പോൾ അവനാകെ വിറച്ചു പോവാണ്. ഇതേ സമയത്താണ് ഇവരുടെ കമ്പനിയിൽ ആ ഒരു മാനേജർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ വീടിന്റെ പുറത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പൊ മൈക്കിളിനെ കാത്തിരിക്കുകയാണ്. മൈക്കിൾ പോയിട്ട് എന്താ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പോൾ മാനേജർ ഒരു ചെറിയ വിഷമുള്ള കാര്യം നമ്മുടെ മൈക്കിളിനോട് പറയാണ്. അതായത് നീ ഇവിടെ എന്തോ ബങ്കറോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് കേട്ടു. അതിനുവേണ്ടി കമ്പനിയിലെ എക്യുപ്മെന്റ്സ് ആണല്ലേ കൊണ്ടുവരുന്നത്. അതിനു പുറമെ നീയും നിന്റെ ആ ഒരു കൂട്ടുകാരൻ കയ്യിലും കൂടെ കുറച്ചധികം ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കമ്പനി നിങ്ങൾക്കെതിരെ ഒരു ആക്ഷൻ എടുത്തിരിക്കുകയാണ്. നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി പോവാണ്. ഒരു 2 ആഴ്ച കൂടി ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ വേറെ ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ചോ എന്ന് പറയാണ്. മാത്രമല്ല മൈക്കിളിന്റെ കൂടെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കൈലിന്റെ ജോലിയും പോകും. കാരണം മൈക്കിളിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇവരുടെ കമ്പനിയിലെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുകയും ചെയ്തല്ലോ. എന്തായാലും ഈ മാനേജർ പോയി കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് സമാന്ത ചോദിച്ചപ്പോൾ മൈക്കിൾ കാര്യങ്ങൾ പറയാണ്. ആകെ ഷോക്കായി പോയ സമാന്ത അവനെ നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ജോലിയില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അതുപോലെ തന്നെ മകളുടെ ഓപ്പറേഷൻ അതെങ്ങനെ നമ്മൾ ചെയ്യും? നിങ്ങൾ എന്ത് ഭ്രാന്തൊക്കെയായി മൈക്കിളെ കാണിച്ചു കൂട്ടുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? അതായത് സമാന്ത പറയുന്നത് മൈക്കിളിന്റെ ഭ്രാന്താണ് ഇതൊക്കെ. ഒരാവശ്യമില്ലാതെ ചെലവാക്കിക്കൊണ്ട് ജോലി വരെ കളഞ്ഞുകൊണ്ട് എന്തിനാണ് ആ ഒരു ബങ്കർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും നമ്മുടെ മൈക്കിള് കൂടുതലായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൗൺസിലറെ വീണ്ടും കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അന്നൊരു ലേഡി ആയിരുന്നല്ലോ, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ന് നോക്കുമ്പോൾ ആ ഒരു ലേഡി ഉണ്ടായിരുന്നില്ല, പകരം മറ്റൊരാളായിരുന്നു. അപ്പൊ ഇയാൾ ഒന്നേന്ന് മുതൽ തുടങ്ങാന്ന് പറയുമ്പോൾ മൈക്കിളിന് ഇതെന്തോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നെയും ആ ഒരു ബങ്കർ, അതായത് ആ ഒരു ഷെൽട്ടറിന്റെ വർക്കിൽ കൂടുതലായിട്ട് മൈക്കിള് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു വർക്ക് തീർക്കാനായിട്ട്. മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ ഇതൊന്നും മൈക്കിൾ ഇപ്പൊ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇതിനു വേണ്ടി ഇപ്പൊ കഷ്ടപ്പെടുന്നത് സമാന്തയാണ്. അവളിപ്പോ അയൽ വീട്ടിലേക്ക് പോയിട്ട് അവളുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങൾ ചന്തയിൽ പോയിട്ട് വിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു കാശ് ചേർത്ത് വെച്ച് അതുപോലെ തന്നെ ട്രിപ്പിന് പോകാൻ വേണ്ടി മാറ്റിവെച്ച ആ ഒരു കാശ്, ഇതെല്ലാം കൊണ്ടാണ് ഇവരുടെ ചെലവുകൾ കഴിഞ്ഞു പോകുന്നത്. വീട്ടിലെ ഒരു കാര്യം മൈക്കിൾ ഇപ്പൊ ശ്രദ്ധിക്കുന്നേയില്ല. ഒരൊറ്റ ചിന്തയുള്ളൂ, ആ ഒരു ബങ്കറിന്റെ കാര്യം മാത്രം. ഒരു ദിവസം വർക്കെല്ലാം കഴിഞ്ഞ് മൈക്കിൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് സമാന്ത വന്നിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവനോട് സംസാരിക്കുകയാണ്. അതായത് അന്ന് അടിച്ചില്ലേ, ചീത്ത പറഞ്ഞില്ലേ, അതിനൊക്കെ മൈക്കിളിനോട് സമാന്ത സോറി പറയാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമെന്നും സമാന്ത പറയുന്നുണ്ട്. മാത്രമല്ല മകളുടെ ആ ഒരു ഓപ്പറേഷൻ അത് കുറച്ച് മാസത്തേക്ക് നമുക്കൊന്ന് നീട്ടി വെക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലല്ലോ. പിന്നെ ഇന്ന് മോളുടെ സ്കൂളിൽ ഒരു ചെറിയ ഡിന്നറും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ടേക്ക് പോയാലോ? അപ്പൊ മൈക്കിളും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഓക്കെ എന്ന് പറയാണ്. രണ്ടുപേരും കൂടെ ഇപ്പൊ മോളുടെ സ്കൂളിലേക്ക് പോയി. എല്ലാ പാരന്റ്സും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിന്നർ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിളിന്റെ അടുത്തേക്ക് അവന്റെ ആ ഒരു കൂട്ടുകാരുണ്ടല്ലോ കയ്യില്, അവൻ വരികയാണ്. അവന് കാര്യമായിട്ട് എന്തോ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കൈലിന്റെ ജോലിയും മൈക്കിൾ കാരണമാണല്ലോ പോയത്. ഇപ്പൊ മൈക്കിൾ പറയണേ ഞാനിപ്പോ ഓക്കെ അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറയാണ്. എന്നാൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് മൈക്കിളിനോട് ഈ കൈലി ചൂടാവുകയാണ്. നിന്നോടല്ലേ ഇപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് തള്ളുകയാണ്. ദേഷ്യം വന്ന മൈക്കിള് ഈ കൈലിന്റെ കാലിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ നിലത്ത് വീണു. ഇതിനുശേഷം ഒരു ഭ്രാന്തനെ പോലെ മൈക്കിള് പെരുമാറുകയാണ് കേട്ടോ. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളെല്ലാം മറിച്ചിട്ട് വലിച്ചെറിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും നോക്കിയിട്ട് അവനൊരു കാര്യം അലറി വിളിച്ച് പറയുന്നുണ്ട്, സംതിങ് ഈസ് കമ്മിങ്. എന്തോ ഒരു വലിയ ദുരന്തം നമ്മളെ തേടി വരുന്നുണ്ട്. ഒരു വലിയ ചുഴലിക്കാറ്റ്, അല്ലെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം, സുനാമി, എന്തോ ഒന്ന് നിങ്ങളൊക്കെ തയ്യാറായിരുന്നു എന്ന് പറയാണ്. അപ്പൊ മൈക്കിൾ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോ എല്ലാവരും നിശബ്ദരായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കണം. പെട്ടെന്ന് തന്നെ സമാന്ത വന്നു, അവനെ പിടിച്ചു വെക്കുകയാണ്. എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. പയ്യെ അവനൊന്ന് നോർമലായി വരുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ മൈക്കിൾ നോക്കുമ്പോൾ അവന്റെ മകളുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് റോഡിലേക്ക് അങ്ങനെ പോവുകയാണ്. എന്നാൽ എത്ര വിളിച്ചിട്ടും അവളെ കേൾക്കാത്തതുകൊണ്ട് മൈക്കിൾ അവരുടെ പിന്നാലെ ചെന്നിട്ട് അവളെ പിടിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് വല്ലാതെ മൈക്കിൾ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കാണുകയാണ്. അതായത് ഒരുപാട് പക്ഷികൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പറന്നു പോവാണ്. എന്നാൽ ഇതൊരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു തോന്നലൊന്നും ആയിരുന്നില്ല, അതൊരു പക്കാ റിയാലിറ്റി ആയിരുന്നു. കാരണം മൈക്കിളിന് നേരെ വന്ന ആ ഒരു പക്ഷികൾ അവന്റെ മുഖത്ത് തട്ടുന്നുണ്ട്, കുറച്ചൊക്കെ മുറിവും കാര്യങ്ങളാവുന്നുണ്ട്. എന്തായാലും അവനെയും ക്രോസ് ചെയ്തുകൊണ്ട് ഒരുപാട് പക്ഷികൾ അങ്ങനെ പാറിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു അലാറം ശബ്ദം അടിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വരാറുണ്ട്. സോ അങ്ങനെയുള്ള എന്തോന്നും വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലാറം അടിക്കുന്നത്.
കേൾക്കുന്നത്. ഇതേ അലാറം തന്നെ സമാന്തിയും കേൾക്കുന്നുണ്ട്. അപ്പൊ മൈക്കിളിന് മനസ്സിലായി ഇതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും സമാന്തിയും ഹനയും കൂട്ടിയിട്ട് മൈക്കിൾ നേരെ ബങ്കറിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഓക്സിജനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഇവർക്ക് ശ്വസിക്കാനായിട്ടുള്ള ആ ഒരു മാസ്കും സിലിണ്ടറും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവരുടെ മുഖത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സമാന്ത ചോദിക്കുകയാണ്, മൈക്കിളെ നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? പുറത്ത് ചെറിയൊരു കാറ്റുണ്ട്, അത് ഓക്കെ എന്ന് കരുതിയിട്ട് ഇമാതിരി പ്രഹസനത്തിന്റെ ആവശ്യമുണ്ടോ? അതൊന്നുമല്ല, പുറത്ത് കൊടുങ്കാറ്റാണ്, നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് നമ്മുടെ ജീവൻ അത് ആപത്തായേക്കെന്ന് പറയാണ്. എന്തായാലും ആ ഒരു ദിവസം ഇവർ ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ആ ഒരു ഡോറ് തുറക്കാനായിട്ട് മൈക്കിള് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല കാറ്റ്, നല്ല ശക്തിയായിട്ടുള്ള കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അവനത് തുറക്കാൻ പേടിയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് സമാന്ത ആ ഒരു ഡോറിൽ തൊട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വൈബ്രേഷനോ ശബ്ദമോ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ സമാന്ത ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഈ പറ്റിയത്? ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഭയം കൊണ്ട് മൈക്കിള് പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഈ ഒരു വാതിൽ തുറന്നു എന്ന് പറയണ. സമാന്ത പറയണ, അത് പറ്റില്ല, നിങ്ങളുടെ ഈ ഒരു പേടിയാണ് എല്ലാത്തിനും കാരണം, നിങ്ങൾ തന്നെ ആ ഒരു വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കുന്നു പറയണ. അങ്ങനെ ഭയത്തോട് കൂടിയിട്ട് മൈക്കിള് ആ ഒരു ഡോറ് തുറക്കുകയാണ്. എന്നാൽ വിചാരിച്ചതുപോലെ ഒരു കൊടുങ്കാറ്റൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ കാറ്റ് വന്നു പോയിട്ടുണ്ട്, അത് സത്യമാണ്. അതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് മഴക്കാലത്ത് ഉണ്ടാവില്ലേ, അതുപോലൊരു കാറ്റ്. കുറച്ച് മരങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോകുന്ന രീതിയിൽ ഒരു വലിയ സംഭവം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഡേ ബൈ ഡേ നമ്മുടെ മൈക്കിളിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ ഇത്തവണ സമാന്ത അവനെയും കൂട്ടിയിട്ട് നല്ലൊരു സൈക്കോളജിക്കൽ ഡോക്ടറെ ചെന്ന് കാണുകയാണ്. അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയാണ്, ഇതെല്ലാം ഒരു തുടക്കമാണ്, ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ കൂടെ കുറച്ച് നാൾ ഇനി നിങ്ങളുടെ ഹസ്ബൻഡ് നിൽക്കാൻ കഴിയില്ല, ഞങ്ങളുടെ അടുത്തേക്ക് വരണം, ഇവിടെ നിർത്തിക്കൊണ്ടേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കേട്ട സമയത്ത് മൈക്കിളും അതുപോലെ തന്നെ സമാന്തയും ഓക്കെ എന്ന് പറയാണ്. കാരണം സിറ്റുവേഷൻ വളരെ മോശമായിട്ട് വരികയാണ് മൈക്കിളിന്. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കടക്കണമെന്ന് മൈക്കിളിനും ആഗ്രഹമുണ്ട്, സമാന്തയ്ക്ക് മൈക്കിൾ ഓക്കെ ആണെന്ന് അവൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സമ്മതിച്ചു, നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ ഇനി 2-3 ദിവസം കൂടെ ഇല്ലല്ലോ, സോ നന്നായിട്ടൊന്ന് ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ആലോചിക്കാതെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പൊ സമാന്ത വീട്ടിനുള്ളിൽ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ബീച്ച് ഉള്ളത്, അതായത് കടൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മകളുടെ കൂടെ ആ ഒരു ബീച്ചിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഇപ്പോ ഈ ഒരു മൈക്കിള് ഒരു ചെറിയ കോട്ട പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ മൈക്കിളിന്റെ ശ്രദ്ധ അത് ഉണ്ടാക്കുന്നതിലേക്ക് മാത്രമാണ്. എന്നാൽ മകളായിട്ടുള്ള ഹന്ന കടലിലേക്ക് നോക്കുന്നുണ്ട്. അവൾ എന്തോ ഒന്ന് കണ്ട് വല്ലാതെ ഭയന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അച്ഛനെ വിളിച്ചിട്ട് തട്ടി തട്ടി വിളിച്ചിട്ട് അച്ഛാ നോക്ക് നോക്ക് എന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് മൈക്കിളും കടലിലേക്ക് നോക്കുന്നത്. ശരിക്കും അമ്പരന്ന് പോയി അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട്. ഇതിന്റെ പുറമെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാൽ അത് വെള്ളത്തിന്റെ മഴയായിരുന്നില്ല, പകരം ഓയിലായിരുന്നു. എന്നാൽ ഇത് മൈക്കിളിന്റെ തോന്നല്ല. പുറത്തേക്ക് വന്ന സമാധിക്കും ഇത് ഫീൽ ആവുന്നുണ്ട്. അവള് പുറത്തേക്ക് കൈ നീട്ടി നോക്കുന്ന സമയത്ത് കയ്യിലേക്ക് വീഴുന്നത് വെള്ളമല്ല, ഓയിലായിരുന്നു. അവളും ആകെ അമ്പരന്ന് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ശരിക്കും ഞെട്ടിപ്പോയത് പുറത്തേക്ക് വന്നിട്ട് ആ ഒരു കടലിലേക്ക് നോക്കിയപ്പോഴാണ്. എന്താണ് ശരിക്കും മൈക്കിളും അതുപോലെ തന്നെ സമാധിയും കടലിൽ കണ്ടത്? കറുത്തിരുണ്ട്, എത്രയോ ദൂരം വലുപ്പമുള്ള ഇരുണ്ട മേഘങ്ങൾ, അതിന്റെ നടുവിൽ തന്നെ ചുഴലിക്കാറ്റ്, കടലിൽ നിന്നും ആ ഒരു വെള്ളം ഇതൊക്കെ ഇങ്ങനെ ഊറിയെടുക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ പ്രകൃതിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള ഒരു അവസ്ഥ. ഇത് കണ്ട് നമ്മുടെ മൈക്കിളിന് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ എപ്പോഴും സ്വപ്നം കാണുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ വന്ന ഭാര്യയുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കുന്നുണ്ട്, സംസാരിക്കുന്നൊന്നുമില്ല. ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ റിയാലിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ സമാന്ത അതേന്ന് പറഞ്ഞിട്ട് തലയാട്ടുകയാണ്. സോ അവൻ എന്താണോ ഇത്രയും കാലം പ്രതീക്ഷിച്ചത്, എന്താണോ വരുമെന്ന് അവന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നത്, അതിപ്പോ വന്നിരിക്കുകയാണ്. ഫൈനലി അവന്റെ ഭാര്യയായിട്ടുള്ള സമാന്തയും ഇത് സമ്മതിക്കുകയാണ്. ഇതോടെ ഈ ഒരു സിനിമ ഇവിടെ തീരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമ്മളാണ് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കേണ്ടത്. കൂടുതലായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ മൈക്കിളിന് വന്നുകൊണ്ടിരുന്ന ആ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ, ഇതൊന്നും ഒരു പാഴ് സ്വപ്നങ്ങളായിരുന്നില്ല, റിയാലിറ്റി തന്നെയായിരുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം കഴിവ് അവന്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അവനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി വരാനിരിക്കുന്നത് ചെറിയൊരു കാറ്റോ അല്ലെങ്കിൽ ചെറിയൊരു പ്രകൃതി ദുരന്തമൊന്നുമല്ല, അത് ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിന്നും സർവൈവ് ചെയ്യാൻ പറ്റിയ മിക്കവാറും ഈ ഒരു ഏരിയയിൽ നമ്മുടെ മൈക്കിളിനും അവന്റെ ഭാര്യയ്ക്കും ഹന്നയ്ക്കും മാത്രമായിരിക്കും. കാരണം മൈക്കിള് ഇതുപോലെ ഈ ഒരു ബങ്കറിന്റെ കാര്യത്തിൽ ഇത്രത്തോളം ശുഷ്കാന്തി കാണിച്ചതുകൊണ്ട്, അത് അത്രയും സേഫ് ആയിട്ട് അവിടെ ഉള്ളത് കൊണ്ട് ഇനി വേഗം ഇവർ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കലാണ്. ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ഇത് പറഞ്ഞിട്ടും അവരൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. കാരണം ഇങ്ങനെ മുൻകൂട്ടി കാണാനും പ്രവചിക്കാനൊക്കെ എല്ലാവർക്കും കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഒരു ഭ്രാന്തനായിട്ടല്ലേ എല്ലാവരും കാണുള്ളൂ. അതുകൊണ്ട് ഇവരാരും ഒരു മുൻകരുതലും എടുക്കൂല. അവർക്ക് എല്ലാവർക്കും ആ ഒരു ആപത്ത് നേരിടേണ്ടി വരും. എന്തായാലും ഇതിൽ നിന്നും നമ്മുടെ മൈക്കിളിനും സമാധിക്കും ഹന്നയ്ക്കും രക്ഷപ്പെടാൻ കഴിയും. അവസാനം ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ, ഇത്രയും നാൾ നമ്മുടെ മൈക്കിളിന് ഭ്രാന്തല്ലായിരുന്നു, റിയാലിറ്റിയെ കണ്ട് ഭയന്നു പോയതാണ് അവൻ. തന്റെ ഫാമിലി ഓർത്തിട്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ മൈക്കിളിന്. എന്തായാലും അവന്റെ ഫാമിലിയെ ഇനി അവന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. സോ അതിനുവേണ്ടി അവനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയുള്ള സിനിമകളാകുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി കഥയല്ലേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.